No intro, no music, no fancy editings. അപ്രോക്സിമേറ്റ്ലി 90 ഡേയ്സ് നമുക്കുണ്ട്. ഈ 90 ഡേയ്സിൽ കംപ്ലീറ്റ്ലി നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്ന 4 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിലുള്ള ഒരു 90% ആൾക്കാരും ഈ വീഡിയോ എന്തായാലും ഫുള്ള് കാണില്ല. കാരണം എല്ലാ ആൾക്കാരും ഹൈലി ഡിസ്ട്രാക്റ്റഡ് ആണ്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്ന 4 കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ 4 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. മൈൻഡ്, മാനർ, മണി, മൂവ്മെൻറ്റ്. ഈ ഒരു കാര്യം കേട്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ നിർത്തി പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു 4 എന്താണെന്നും ഈ ഒരു 4 ഏത് രീതിയിലാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതും ഈ 4 എങ്ങനെ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം മൈൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു വില്ലനായിട്ട് നമുക്ക് വരുന്ന ആളാണ് ഫോക്കസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കടാ, നിങ്ങൾ പല കാര്യങ്ങളും എനിക്ക് ആ ഒരു രീതിയിലേക്ക് ചെയ്യണം, അല്ലെങ്കിൽ പഠിക്കാനിരിക്കുകയാണെങ്കിൽ എനിക്ക് ഡെയിലി 4 മണിക്കൂർ പഠിക്കണം, 3 മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി എൻ്റെ സുപ്പീരിയേഴ്സിന് കൊടുക്കണം. ഇങ്ങനെ പല ആഗ്രഹങ്ങളായിട്ട് നിങ്ങൾ പലതും ചെയ്യാൻ വേണ്ടി ഇരിക്കും. പക്ഷേ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഓൾമോസ്റ്റ് ഒരു 75% നിങ്ങൾക്കത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. എന്തുകൊണ്ടാണ് ആലോചിച്ചിട്ടുണ്ടോ? ഡിസ്ട്രാക്റ്റഡ് ആയി പോവാണ്. ഈ പറയുന്ന ഞാനടക്കം നമ്മളെല്ലാവരും എന്തായി പോവാണ്? ഡിസ്ട്രാക്റ്റഡ് ആയി പോവാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോവാണ്. ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തേക്ക് പോയി പോവാണ്. അത് മാറി നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയ വർക്കിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത്. ഞാൻ നമ്മളെ മൈൻഡെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളെ മൈൻഡിനെ എപ്പോഴും ഫോക്കസ്ഡും എപ്പോഴും കാമും എപ്പോഴും സ്ട്രോങ്ങും ഷാർപ്പും ആക്കി വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഡെയിലി ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മൈൻഡിൻ്റെ ഭാഗം നോക്കണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങൾ ആ ഒരു 2024 കഴിയുന്നത് വരെ നിങ്ങൾ ഉറപ്പിക്കുക, ഞാൻ ഇനി എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്തിരിക്കും, ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്തിരിക്കുന്ന റിസൾട്ട് ഏതോ ആയിക്കോട്ടെ, പ്രശ്നമില്ലടാ, ഞാൻ മെഡിറ്റേഷൻ ചെയ്തിരിക്കും. അത് നിങ്ങൾ മനസ്സിലുകൊണ്ട് ഉറപ്പിച്ചാളാം. ഇത് ഉറപ്പിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മളെ മൈൻഡിനെ ഫോക്കസ്ഡ് ആവും, നമ്മളെ മൈൻഡ് കാം ആവും, നല്ല സ്ട്രോങ് ആവും, ഷാർപ്പാവും, നമുക്ക് എല്ലാത്തിലും ഭയങ്കര ഇറങ്ങി ചെന്ന് ചെയ്യാൻ പറ്റും. ആ ചേഞ്ച് നിങ്ങൾക്ക് ഈ 2024 കഴിയുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. നമ്മളെ മൈൻഡ് നമ്മൾ കീഴടക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിളാണ്. 99% ആൾക്കാർക്ക് പറ്റാത്തതും അതാണ്. നിങ്ങൾക്ക് പറ്റേണ്ടതും അതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യാം. മൈൻഡിനെ കീഴടക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ കട്ടെ. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ, കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റിയാണ്. നിങ്ങളെ മൈൻഡിനെ കീഴടക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ. ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ ഈ ചാനലിലുള്ള വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ 20 ഒരു 18-ൻ്റെയും 28-നും ഇടയിലുള്ള ആൾക്കാരാണ് ഇതിൽ ഒരു 70% വ്യൂവേഴ്സും. അപ്പം ഞാനും ഈ ഒരു ഏജിലുള്ള ആളാണ്. എനിക്ക് ഒരുപാട് സ്ട്രഗ്ലിങ്സ്, ഒരുപാട് പോരായ്മകൾ എനിക്കുണ്ട്. അപ്പം ഞാൻ ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡെവലപ്പ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മെത്തേഡൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈൻഡ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. രണ്ടാമതാണ് മാനർ. മാനർ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ ഏത് രീതിയിൽ പെരുമാറണം, ഓരോ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, നമ്മളെ സുപ്പീരിയേഴ്സിനോട് എങ്ങനെ സംസാരിക്കണം, ഒരു വേദിയിൽ പോയാൽ എങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മുടെ ലൈഫിൽ. കാരണം ഒരു ഇൻ്റർവ്യൂവിന് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒഫീഷ്യൽ സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തോന്നുന്ന മാതിരി ബിഹേവ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ഫുൾ തമാശ കോമഡി ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. അവിടെ ആ രീതിയിൽ വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രണ്ട് സർക്കിളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഭയങ്കര ഇൻസൈഡൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ജാടൊക്കെ ഇട്ടിക്കാറില്ല, അത് അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഓരോ സ്ഥലത്തും നമ്മൾ നിൽക്കേണ്ട രീതിയുണ്ട്. ആ രീതി നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാം. അതായത്
നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ഡെയിലി ലൈഫ് ഉണ്ടല്ലോ, ഇതിൽ നിങ്ങൾക്കറിയാം ഏതൊക്കെ ഇവൻറ്റ്സിലാണ് നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കോളേജ് പോകുന്ന ഒരു ഇവൻറ്റ്, ഇനി ചിലപ്പോൾ ഫംഗ്ഷൻസ് ഉണ്ട്, അപ്പോൾ ഫംഗ്ഷൻസിൽ പോകുന്ന ഒരു ഇവൻറ്റ്, ഫ്രണ്ട് സർക്കിളിലേക്ക് വരുന്ന ഒരു ഇവൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിലൊരു ഇവൻറ്റ്, ഇങ്ങനെ ഓരോ കാറ്റഗറി ആക്കാം. നിങ്ങൾ എന്തായാലും ഒരുപാടുണ്ടാവും, എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പോകേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ടല്ലോ, ഇങ്ങനെ കാറ്റഗറി ആക്കി ഒരു 4-5 കാറ്റഗറീസ് കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസം ഇരിക്കുക, ഈ 5 കാറ്റഗറി ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ കോളേജിൽ പോവാണ്, കോളേജിൽ ഇന്ന രീതിയാണ് ഉണ്ടാവുക, അപ്പോൾ അവിടെ ഞാൻ എങ്ങനെയാണ് ഇത്രയും കാലം ബിഹേവ് ചെയ്തത്, ഇനി ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്താലാണ് ബെറ്റർ ആവുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഇത് നിങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാർക്കും വേറെ വേറെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളെ തെറ്റുകൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ എൻ്റേത് ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇതിൽ ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഇവാലുവേഷൻ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക, ചെയ്ത് ഇത്രയും കാലം ചെയ്ത് ശരിയാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഇനി ഞാൻ എന്ത് ചേഞ്ച് വരുത്തിയാലാണ് ഇത് ബെറ്റർ ആക്കാൻ പറ്റുക. ഇതൊരു ദിവസം ഇരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓഫീസിൽ ഞാൻ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്താൽ തിരുത്താനുള്ള കാര്യങ്ങൾ കിട്ടി. കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്ത് തിരുത്താനുള്ള കാര്യങ്ങൾ കിട്ടി. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് തിരുത്താനുള്ള കാര്യങ്ങൾ കിട്ടി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മാനർ ഏറ്റവും ബെസ്റ്റ് ആവും. അതുവഴി നമ്മളെ പേഴ്സണാലിറ്റിയും നമ്മൾ കയ്യിലൊതുക്കി. ഇപ്പം നമ്മൾ എന്തൊക്കെ കീഴടക്കണം, നമ്മളെ മൈൻഡ്, നമ്മളെ പേഴ്സണാലിറ്റി ഇപ്പോൾ നമ്മളെ കയ്യിലായിട്ടുണ്ട്. അടുത്തതാണ് മണി. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ മണി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തകർന്ന് അടിയേണ്ട സിറ്റുവേഷൻസ് പലതും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എനിക്ക് നടക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവർക്കും ഇതേപോലെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും കാലം എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എൻ്റെ ഇൻകം, എൻ്റെ എക്സ്പെൻസ് ഞാൻ ഇതുവരെ ട്രാക്ക് ചെയ്തിട്ടില്ല. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അതായത് എനിക്ക് എത്ര വരവുണ്ട്, അതിലെത്ര ചിലവുണ്ട്, ഇത് ഞാൻ ഇതുവരെ ട്രാക്ക് ചെയ്തില്ല. എൻ്റെ ഇത്രയും കാലത്ത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറഞ്ഞാൽ, ഞാൻ ഭാവിയിൽ എനിക്ക് കിട്ടാനുള്ള ഫണ്ട് എത്രയോ, അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് ആ ഒരു പൈസ കിട്ടാനുണ്ട്, അത് കണ്ടിട്ട് ഞാൻ എന്താക്കും, ഇപ്പോഴേ ഞാൻ പ്രസൻറ്റിൽ എന്താക്കും, ചിലവാക്കി. എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഞാൻ ഭാവിയിൽ എനിക്ക് അവിടെ നിന്ന് ഒരു പൈസ കിട്ടും, ക്ലാസ് എടുത്തിട്ട് അവിടെ നിന്ന് എത്ര മണിക്കൊരു പൈസ ഇട്ടുണ്ട്, അപ്പോൾ അത് കിട്ടുമല്ലോ, അതിനെക്കൊണ്ടൊന്ന് ഇവിടെ ചിലവാക്കുന്നിട്ട് ഇവിടെ ചിലവാക്കാൻ തുടങ്ങി. ചിലപ്പോൾ അടുത്ത ആഴ്ച എന്തെങ്കിലും കാരണം കൊണ്ട് ക്ലാസ് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് ഓൾറെഡി നടന്നു കഴിഞ്ഞ് എനിക്ക് ആ ഇൻകം കിട്ടുകയും ചെയ്തില്ല. അങ്ങനെ ആണ് ഞാൻ മണീനെ മാനേജ് ചെയ്തുകൊണ്ട് ഇത്രയും കാലം. അപ്പോൾ എനിക്ക് ഈ കാണുന്ന നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വരവും ചിലവും കറക്റ്റ് ട്രാക്ക് ചെയ്യുക. അതിന് 1000, 2000, 10,000, ലക്ഷമോ 10 ലക്ഷം എത്ര ആയിക്കോട്ടെ, നിങ്ങളെ വരവ് എത്ര, ചിലവ് എത്ര, ഇത് കറക്റ്റ് നിങ്ങൾ ട്രാക്ക്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടോ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്താൽ മതി. ഇത് ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നിങ്ങളെ ഇൻകത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ എക്സ്പെൻസ് വരുത്തുന്നുണ്ടോ, ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾ എക്സ്പെൻസുകൾ കൂടുതൽ വരുത്തുന്നത്, അത് അനാവശ്യമാണോ, ആവശ്യമാണോ, അത്യാവശ്യമാണോ, ഇങ്ങനെ കാറ്റഗറി ചെയ്യാൻ പറ്റും. അതുവഴി നെക്സ്റ്റ് മന്തിലേക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണി നമ്മൾ കീഴടക്കി. ഓക്കെ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ എന്താ കട, ഒന്ന് മൈൻഡ്, മാനർ, മണി, മൂവ്മെൻറ്റ്. ഇതിൽ നമ്മൾ മൈൻഡ് നമ്മൾ കീഴടക്കി, മാനർ, പേഴ്സണാലിറ്റി നമ്മൾ കീഴടക്കി, മണി നമ്മൾ കീഴടക്കി, നമുക്ക് കിട്ടിയ ഇൻകം നമ്മൾ കയ്യിലാക്കി. ലാസ്റ്റ് ഇതാണ് മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫിസിക്കൽ ബോഡീനെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ എല്ലാം ഓക്കെയാണ്, നമുക്ക് പൈസ ഉണ്ട്, നമുക്ക് നമ്മളെ മൈൻഡ് നമ്മളെ കയ്യിലുണ്ട്, നമ്മളെ ഓരോ സ്ഥലത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം നമുക്കില്ലെങ്കിൽ ഇതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആലോചിക്കും, ഇതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതായത് ഇപ്പോൾ കോടീശ്വരന്മാർ അല്ലെങ്കിൽ ബില്യണേഴ്സ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം, എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് പോകാനാണെന്ന് പറയാം. അതെന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു എനർജി, ആ ഒരു അഗ്രസീവ്നെസ്, ആ ഒരു യങ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അത് ഇല്ല. ഓക്കെ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡീനെ നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്യണം. അപ്പോൾ നമ്മളെ മൂവ്മെൻറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളെ ഫിസിക്കൽ ബോഡീനെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അത് നിങ്ങൾ വലിയ വർക്കൗട്ട്സ് എടുക്കണമെന്ന് പറഞ്ഞില്ല, ഡെയിലി ഒരു 30 മിനിറ്റ്സ് ടു 1 അവർ നിങ്ങൾ സ്പെൻഡ് ചെയ്യും. ജസ്റ്റ് 30 മിനിറ്റ്സ് ടു 1 അവർ നിങ്ങൾ ജിമ്മിലോ അല്ലെങ്കിൽ ഓടാനോ നടക്കാനോ അല്ലെങ്കിൽ ഹോം വർക്കൗട്ടോ എന്തായാലും കുഴപ്പമില്ലടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഇത് ചെയ്യുന്നത് നമ്മൾ ഫിസിക്കലി നമ്മൾ എന്താ അവിടെ ഏറ്റവും ബെസ്റ്റ് ടൈം വരും. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളെ ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രോങ് ആയി. നമ്മളെ മൈൻഡിനെ നമ്മൾ കീഴടക്കുന്നത്, മെഡിറ്റേഷൻ കാര്യം ചെയ്യുന്നത് വഴി നമ്മളെ മൈൻഡ് നമ്മളെ കയ്യിലായി. നമ്മളെ പൈസനെ ട്രാക്ക് ചെയ്യുന്നത് വഴി നമ്മൾ കിട്ടുന്ന പൈസ നമ്മളെ കയ്യിലായി. നമ്മളെ
പേഴ്സണാലിറ്റി, നമ്മളെ മാനർ ബെസ്റ്റ് ആക്കുന്ന സമയത്ത് ഓരോ ആൾക്കാർക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാട് ബെസ്റ്റായി. ഇത്രയല്ല നമുക്ക് വേണ്ടിയിട്ടുള്ളൂ. എടാ ഒന്നും കൂടി ആലോചിക്കുക, നമ്മളെ മൈൻഡ്, നമ്മളെ മണി, നമ്മളെ പേഴ്സണാലിറ്റി, ആൾക്കാർക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാട്, നമ്മളെ ഫിസിക്, ഇത് 4ഉം അടിപൊളിയായി കഴിഞ്ഞാൽ പിന്നെന്താണ് നമുക്ക് വേണ്ടിയത്? ബാക്കിയെല്ലാം വന്നോളൂ. ഈ 4 അടിപൊളിയാക്കണം നമ്മൾ അഡ്വാൻസ്ഡ് എന്നീ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മൈൻഡിന് നമ്മളെന്താ ചെയ്യുന്നത്? മെഡിറ്റേഷൻ ചെയ്യുന്നത്. മാനർ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഇതുവരെ ചെയ്ത് തെറ്റ് കണ്ടെത്തുന്നത്, അത് തിരുത്തുന്നത്. നമ്മളെ മണിക്ക് എന്താ ചെയ്യുന്നത്? ഇൻകം എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നത്. നമ്മളെ മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് 1 hour വർക്കൗട്ട് ചെയ്യുന്നു. ഏറിപ്പോയാൽ 24 hours നമ്മൾ ആകെ സ്പെൻഡ് ചെയ്യേണ്ടി എത്ര? ഒരു 2 to 3 hours മാക്സിമം സ്പെൻഡ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ നിങ്ങൾ അടുത്തൊരു 90 ദിവസത്തേക്ക് ഓരോ മാസത്തിൽ 1-2 ബുക്ക് നിങ്ങൾ കവർ ചെയ്യാം. അതായത് ഞാൻ ഈ പറഞ്ഞ 4 ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ബുക്കുകൾ നിങ്ങൾ എന്താക്കുക, ഓരോ മാസം കവർ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ്, അടിപൊളി, നമ്മളെ ലൈഫ് ട്രാൻസ്ഫോം ആവുന്നുള്ളത് 101% ഉറപ്പാണ്. പക്ഷേ ഇത് ചെയ്യുന്ന 90% ആൾക്കാർക്കും ഇത് പറ്റലില്ല. അവിടാണ് നമ്മൾ ഈ ഒരു പാപ്പ് വിത്ത് കമ്മ്യൂണിറ്റിയിലുള്ള നിങ്ങളും ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത്. ട്രാൻസ്ഫോം ചെയ്യുക, കംപ്ലീറ്റ് ട്രാൻസ്ഫോം ചെയ്യുക. ഒന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു ഏജിലുള്ള നമുക്ക് എന്താക്കാം, ഈ ഒരു അടുത്തൊരു 5 വർഷം മാക്സിമം അടിച്ച് പൊളിച്ച് ഒന്നിലൊരു ഫോക്കസ് ചെയ്യാണ്ട് വെറുതെ നടക്കുക. എന്നിട്ട് അങ്ങോട്ടേക്കുള്ള ലൈഫ് എന്താക്കുക, നമ്മൾ നല്ല സ്ട്രെസ്ഫുള്ളും നല്ല ടെൻഷനും നല്ല ഒരു മെമ്മറീസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു 3-4 കൊല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്ത് ബാക്കി സമയത്തൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആവും, ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ മറക്കാണ്ടിരിക്കാം. ഇത് എത്രത്തോളം ആൾക്കാർ ഇതുവരെ കണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ഈ ഒരു വീഡിയോ ഇനി എത്ര ആൾക്കാർ കാണുന്നു എനിക്കറിയില്ല, പക്ഷേ അത്രയ്ക്ക് വാല്യുബിളാണ്, ഉറപ്പാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എനിക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ആൾക്കാർ ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇത്രയും ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കണ്ട് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കത് ആ ഒരു കമൻറ്റ്സ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നിങ്ങളോട് തന്നെ വേണമെങ്കിൽ താങ്ക് യു പറഞ്ഞു, കാരണം നിങ്ങളെ ലൈഫ് ട്രാൻസ്ഫോം ആവാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ തീരുമാനിക്കുക അടുത്ത 4 സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണോ വേണ്ട എന്നുള്ളത്, ഇരുന്ന് ആലോചിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച് മാറാം, ഒരുമിച്ച് ട്രാൻസ്ഫോം ആവാം. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.